എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആ എഡിറ്റിംഗ് പ്രോബ്ലം ആയിരുന്നു. ഇന്നലത്തെ വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ഈ വീഡിയോ തന്നെയാണ്. യൂട്യൂബിലെ നിങ്ങൾക്ക് അറിയുന്നത് അറിയാത്തതുമായ വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാത്തതും അറിയുന്നതും പറഞ്ഞാണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ കമൻസൊക്കെ വന്നു, ഇതിലിഞ്ഞും പറയാനുണ്ട്. അതൊക്കെ വലിയ സന്തോഷമായിട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ടാമത് ടേക്ക് എന്നല്ല, രണ്ടാമത് സ്ക്രീൻ റെക്കോർഡായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്ക്രീൻ റെക്കോർഡാക്കി എടുത്തത് എക്സ് റെക്കോർഡർ എന്നൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിലിട്ടപ്പോൾ എഡിറ്റിംഗ് സെക്ഷനിൽ വീഡിയോ വേറെ ഓഡിയോ വേറെ ആയിട്ടാണ് ലഭിക്കുന്നത്. അതാണ് രണ്ടാമത് ആയിട്ടൊരു ഇതെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കമൻറ്റ് ചെയ്യുക, ക്ഷമിക്കുക. അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയി രാത്രി നേരത്തൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കളിക്കും. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കും. അപ്പോൾ ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ കണ്ണ് ഈ ഫ്ലാഷ് കൊണ്ട്, അതായത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ട് കണ്ണ് ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ഈ ലൈറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഡിമ്മാക്കാനായിട്ട് തീം മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ അതിന് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ നമ്മളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക. ഇത് രണ്ടാമതാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് ലൈക്കും സപ്പോർട്ടും തരണേ പ്ലീസ്. എന്നിട്ട് സെറ്റിങ്സ് എടുത്തതിന് ശേഷം ജനറൽ എന്ന ഓപ്ഷൻ എടുക്കുക. ജനറലിൽ ഇവിടെ കാണും മൂന്നാമത്തെ ഓപ്ഷൻ ഡാർക്ക് തീം എന്ന്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ലാഭിക്കാം, അതുപോലെ തന്നെ ചാർജ് ലാഭിക്കാം. പിന്നെ നമ്മളുടെ കണ്ണിന് അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ രാത്രി ലൈറ്റ് ഇടാതെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര നല്ല ഇതിൽ നമുക്ക് ബ്രൈറ്റ്നസ് കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണ് ചിലപ്പോൾ കേടുവരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തത് നമുക്ക് സെർച്ചിൽ നമുക്ക് കഴിഞ്ഞ ഞാൻ പറഞ്ഞ വീഡിയോസിൻ്റെ അത്ര എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സെർച്ചിൽ നമ്മൾ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ, അതൊന്നും നമുക്ക് ഇവിടെ കാണാതിരിക്കാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ ഇങ്ങനെ കുറേ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും നമുക്കിവിടെ കാണില്ല. അതല്ല, നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞത് നമുക്കിവിടെ കാണില്ല. അതിനുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പിന്നെ നമ്മൾ വീഡിയോസ് യൂട്യൂബിൽ കണ്ട വീഡിയോസൊന്നും നമുക്ക് ഈ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ കാണും ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്ന്, അതെടുക്കുക. അപ്പോൾ അതിൽ ഞാൻ ഫുള്ള് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് പുഷ് വാച്ച് ഹിസ്റ്ററി, അതുപോലെ തന്നെ പുഷ് സെർച്ച് ഹിസ്റ്ററി. അത് രണ്ടും ഓഫിലായിരിക്കും എല്ലായിടത്തും കിടക്കുക. അപ്പോൾ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ നമ്മൾ വീഡിയോ കാണുന്നത് ഹിസ്റ്ററിയിൽ വരില്ല, അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് സെർച്ച് ഹിസ്റ്ററിയിലും വരില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഈ രണ്ട് ഓപ്ഷൻ. പിന്നെ നമുക്ക് ഇതുവരെയുള്ള ഹിസ്റ്ററി നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതവിടെ ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അവിടെ മേലുണ്ട്. പിന്നെ പറയുമ്പോൾ നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഓൺ ഫോൺസ് പറഞ്ഞൊരു ചാനലിലൊരു വീഡിയോ ആണ്, അത് എടുക്കുക ആദ്യം. അപ്പോൾ നമ്മളുടെ മറ്റേ പ്രോബ്ലം എത്തിയിട്ടുണ്ട്, അതായത് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആവുക. ആ ഒരു കാരണത്താലായിരുന്നു നമ്മൾ എക്സ് റെക്കോർഡർ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അത് എഡിറ്റിംഗ് സെക്ഷൻ ആകെ പണി തന്നെ അതുകൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലെത്തുമ്പോൾ ആദ്യം തന്നെ ഈ ലൈക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ലൈക്ക് നമ്മളുടെ വീഡിയോയിൽ നമുക്ക് അറിയുന്നത് അറിയാത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അറിയുന്നതായിരിക്കും ഇത്. ലൈക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ലൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും, അത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ലൈക്ക് ഡിസ്ലൈക്ക്. അപ്പോൾ പിന്നെ പറയുമ്പോൾ നമുക്ക് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് ഷെയറിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വാട്സപ്പ് കോപ്പി ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പ്ലേ ലിസ്റ്റിലേക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് അണബിൾ ചെയ്താൽ
നമുക്ക് എന്താ ഈ ഏത് ചാനലിൽ നിന്നാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ ചെയ്തത് എന്താ ചാനൽ വീഡിയോസ് എപ്പോൾ എന്താ അവർ ഇട്ട ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ആ വീഡിയോസ് എന്താ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ഇന്ന വീഡിയോ ഇന്ന ചാനലിൽ എത്തിയിട്ടുണ്ട് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ആ വീഡിയോ അപ്പം തന്നെ, ഇതിപ്പോൾ ന്യൂസ് ചാനലിനൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ വീഡിയോ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താ എല്ലാവരും യൂട്യൂബ് ചാനലിലൊക്കെ പറയും. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ടൈറ്റിലിൻ്റെ ഈ സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാകും. അത് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ലിങ്കൊക്കെയാണ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ. പിന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് എടുക്കുക. കമൻ്റ് എടുത്തിട്ട് ഇവിടെയാണ് ആഡ് എ പബ്ലിക് കമൻറ്റ് എന്നുള്ളിടത്ത് നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുമ്പോൾ നമുക്കിവിടെ എന്താ ഒരു കമൻറ്റ് പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കമൻറ്റ് ചെയ്താലും ആ പിന്ന് ചെയ്ത കമൻറ്റ് നമുക്കവിടെ ഫസ്റ്റിൽ തന്നെ ലഭിക്കും. അത് നമുക്ക് എന്താ എല്ലാവർക്കും കഴിയില്ല, ആ ചാനൽ ഓണർക്കേ കഴിയുള്ളൂ. പിന്നെ പറയുമ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് എന്താ ചിലപ്പോൾ വല്ല അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവാറുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാനോ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഈ സൈഡ് ഇതിപ്പോൾ ഇനി ജസ്റ്റ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മുടെ ആഡ് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ് എന്താ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഈ 3 dots എടുക്കുക. അപ്പോൾ എന്താ ഒരു വലിയ പ്രൊഫഷണൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്പീഡ് പറഞ്ഞു പോകും, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്താ അത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ ഓപ്ഷൻ. സ്പീഡ് കൺട്രോൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു ചാനൽ വലുതായിട്ട് 2-3 ഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ക്ലിയറിൽ വീഡിയോസൊക്കെ എടുക്കാം. അതിന് നിങ്ങളുടെ ഒരേ ഒരു സപ്പോർട്ട് മാത്രം ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പീഡ് കുറക്കാനായിട്ടുള്ള ഓപ്ഷനാണ് 0.25 അതുപോലെ തന്നെ 0.5 × 0.25 അതൊക്കെ നമുക്ക് സ്പീഡ് എന്താ വളരെ കുറക്കാൻ വരെ സാധിക്കും. അതുപോലെ തന്നെ 1.25 പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി സ്പീഡ് കൂടും. പിന്നെ 1.5 പറയുമ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടും. വളരെ സ്പീഡ് കൂടണമെങ്കിൽ 2 എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് നമ്മളുടെ ഇപ്പോൾ നെറ്റ് പറ്റ കഴിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടേന്ന് തീരുമെങ്കിൽ ജസ്റ്റ് ഈ 3 dots എടുത്തിട്ട് ക്ലിയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ 48p അപ്പോൾ 144 അല്ലെങ്കിൽ 240p ആ ഒരു ഓപ്ഷനിൽ ഇട്ടതിന് ശേഷം നമുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ വളരെ കുറവായിരിക്കും. എന്നാലും നമുക്ക് വീഡിയോസ് മനസ്സിലാവാനുള്ള ക്ലിയറും ഉണ്ടാകും, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് നെറ്റ് ലാഭിക്കാം. അത് 480 കാണുകയാണെങ്കിൽ നമുക്ക് ചാർജും കഴിയും നെറ്റും കഴിയും, രണ്ടും ഒരൊറ്റടിക്ക് കഴിയുന്നതാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ വീഡിയോ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ആ വീഡിയോയിൽ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ നോക്കട്ടെ എന്താ അപ്പോൾ പ്ലേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നു. ഓരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് എന്താ ഓരോരുത്തർ പറയും എന്താ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആളിൽ നിന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷനിൽ നമുക്കിവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് എന്നുണ്ടാവും. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ അവരുടെ പുതിയ ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പം തന്നെ വിട്ട ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആകെ 2-3 സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് അല്ല എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളായാലും ഓല് ഇടുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സ്കൂളത്തെ വിക്ടേഴ്സ് ചാനലും അതുപോലെ തന്നെ സമസ്തൻ്റെ മദ്രസ ആണെങ്കിലും മദ്രസ അങ്ങനെ ഇതിൽ ചെയ്ത് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ചെയ്ത് തരാം. സമസ്ത ഓൺലൈൻ മദ്രസ
അത് ഞാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ വിക്ടേഴ്സ് ചാനലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് ബാക്ക് പോയതിന് ശേഷം സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ അതായത് ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ മദ്രസ സ്കൂളത്തൊക്കെ വരുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ സബ്സ്ക്രൈബ് ഇത് എടുത്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നു പറഞ്ഞു. വീഡിയോസിൽ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓരോന്നും പ്ലേലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് മദ്രസത്തായാലോ സ്കൂളത്തായാലോ അങ്ങനെ തന്നെ. ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഉണ്ടോ 12ാം ക്ലാസ്, +1, 10, 9, 8. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 6ാം ക്ലാസ് എടുത്ത 6ാം ക്ലാസ് ക്ലാസ് മാത്രമേ ഇതിൽ ലഭിക്കുള്ളൂ. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ഒരു ഉപയോഗമാണ്. ഞാൻ വേണമെങ്കിൽ വിക്ടേഴ്സ് ചാനലത്തും കാണിച്ചു തരാം. വിക്ടേഴ്സ് എടുക്കുക, എന്നിട്ട് വീഡിയോസ് പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റിലുണ്ടാകും നിങ്ങൾക്ക്. ഇത് വളരെ ഉപയോഗമാണ്. 9, 8, 6, 5, 4, 1, 2, 3 അങ്ങനെ പലതും ഉണ്ടാകും. അതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ 4ാം ക്ലാസ്സാണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇത് ഫുള്ള് 4ാം ക്ലാസ്സായിരിക്കും. 4ാം ക്ലാസ് മാത്രമായിരിക്കും. അപ്പോൾ ഇത് വലിയൊരു ഉപകാരം തന്നെയാണ്. ഇനി പിന്നെ പറയുമ്പോൾ ഇതിലില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ ഒരു M4 എടുത്ത് വെച്ചിട്ട് അടിച്ചോളൂ. M4 ചാനൽ എൻ്റെ ചങ്കാണ്. എൻ്റെ ചങ്കല്ല, ഞാൻ അവരുടെ ചങ്ക്. അപ്പോൾ M4 ഒരു വീഡിയോസ് എടുത്ത്, അപ്പോൾ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് ഈ M4 ആദ്യമായിട്ടൊരു വീഡിയോ കാണണമെന്നൊരു ഭയങ്കര ആശ. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ M4 ഫുള്ള് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം എന്നൊരു ഓപ്ഷനായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ഒരു ഓപ്ഷനൊന്നുമില്ല, ഒരു ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സോർട്ട് വയ്യുന്നുണ്ടാവും. അതെടുത്ത് കഴിഞ്ഞാൽ ഓൾഡസ്റ്റ്, അതായത് ഡേറ്റ് ആഡഡ് ഓൾഡസ്റ്റ് അതാണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ M4 തുടക്കം മുതലിട്ടത് അവസാനം വരെ നമുക്ക് സ്ക്രോൾ ചെയ്താൽ ലഭിക്കുന്നതാണ്. കണ്ടോ, M4 ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ബെസ്റ്റ് മാജിക്കിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ന്യൂവസ്റ്റ് അതെടുത്താൽ ലാസ്റ്റ് ഇട്ട വീഡിയോസ് നമുക്ക് ലഭിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ കയറി നിൽക്കുന്ന വീഡിയോ ഏതാണ് നോക്കണമെങ്കിൽ സോർട്ട് ബൈ എടുത്തതിന് ശേഷം മോസ്റ്റ് പോപ്പുലർ എന്നുണ്ടാവും. അതെടുത്താൽ കയറി നിൽക്കുന്ന വീഡിയോ ഇതാണ്. 16 മില്യൺ വ്യൂസിൽ കയറി നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു മീനെ പിടിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ ചാനലത്തും കാണിച്ചു തരാം. ഞാനിപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസ് എടുത്തു. ഏഷ്യനെറ്റ് ന്യൂസിൽ വ്യൂ ചാനൽ എടുത്തു. എന്നിട്ട് ഈ വീഡിയോസിൽ നമുക്ക് ഇപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസിൽ ഏറ്റവും കയറി നിൽക്കുന്ന വീഡിയോ ഏതാണെന്ന് നോക്കാം. മോസ്റ്റ് പോപ്പുലർ എന്ന് അടിച്ചാൽ കുറച്ച് ലോഡാവുന്നുണ്ടല്ലോ. 20 മില്യൺ കയറി നിൽക്കുന്നൊരു വീഡിയോ ആണ്. APJ അബ്ദുൽ കലാം ഇൻട്രാക്ട് വിത്ത് ചിൽഡ്രൻ അങ്ങനെ എന്തോന്നാണ്. അപ്പോൾ ഈ ഏഷ്യനെറ്റ് ന്യൂസ് ആദ്യത്തെ വീഡിയോ കാണണമെങ്കിൽ ഡേറ്റ് ആഡഡ് ഓൾഡസ്റ്റ്. അപ്പോൾ ഇതാണ് ഏഷ്യനെറ്റ് ന്യൂസ് ആദ്യത്തെ വീഡിയോസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് വെറുതെ സ്ക്രോൾ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് ഇവിടെ വരും. നോട്ടിഫിക്കേഷൻ വരുന്നത് അവിടെ നമുക്ക് കാണും എന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ അവിടെ എത്തും. പിന്നെ പറയുമ്പോൾ ഒരു ഒന്നിലധികം ചാനലുണ്ടെങ്കിൽ നമുക്ക് ഈ ചാനലിൽ നിന്ന് ആ ചാനലിലേക്ക് എങ്ങനെ പോകാം എന്നതാണ്. ഈ നമ്മളുടെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ചാനലിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നമ്മളെല്ലാ ചാനൽസൊക്കെ ഇവിടെ കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള ചാനൽസൊക്കെ പോകാം. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് വീഡിയോസ് കാണാം. പിന്നെ യൂട്യൂബിൽ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഇവിടെ യൂട്യൂബ് ചാനൽ എന്നൊരു ആവശ്യമുണ്ട്. പിന്നെ പറയുമ്പോൾ നമ്മളിപ്പോൾ ടൈം പോകാനായിട്ട് യൂട്യൂബ് തന്നെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. യൂട്യൂബിൽ എത്രയോ വീഡിയോസ് ഇങ്ങനെ കാണും. അപ്പോൾ ഒരു ദിവസം, അതായത് ഒരാഴ്ച, ഒരു മാസം, ഈ ഒരു ഇതിലൊക്കെ നമ്മൾ എത്ര ഇത് കണ്ട് എന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കങ്ങനെ നോക്കാം. ജസ്റ്റ് ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണും നമുക്കിവിടെ ടൈം വാച്ച്ഡ് എന്ന്. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്ര വീഡിയോസ് കണ്ടു, ഇന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ഇന്നത്ര വീഡിയോസ് കണ്ടു, ഒരാഴ്ചയിൽ എത്ര വീഡിയോസ് കണ്ടു എന്നൊക്കെ നമുക്കിവിടെ നോക്കാവുന്നതാണ്.
അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്താ നമ്മളിപ്പോൾ 5 മിനിറ്റ് കണ്ടോ 10 മിനിറ്റ് കണ്ടോ ഒരു ദിവസം എത്ര കണ്ടു അതൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. ഒരു ഓപ്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ 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 നമുക്ക് ഇവിടെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. കുറേ പരസ്യങ്ങൾ അധികം ഓവറായിരിക്കും. അപ്പോൾ പരസ്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഗെറ്റ് യൂട്യൂബ് പ്രീമിയം, അതെടുത്തതിന് ശേഷം ഗെറ്റ് യൂട്യൂബ് പ്രീമിയം പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാനൊക്കെ സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഒരു മന്ത്, ആദ്യത്തെ ഒരു മാസം ഫ്രീ ആണ്. പിന്നെ നമുക്ക് പൈസ കൊടുത്താൽ മാത്രം, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം യൂട്യൂബ് പ്രീമിയറിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കങ്ങനെ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ വരില്ല. ആ ഒരു രീതിയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് പരസ്യങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല. പിന്നെ സെറ്റിങ്സിൽ അപ്പോൾ ഇന്ന് ഏകദേശം എത്ര കാര്യങ്ങൾ, എത്ര ടിപ്സും കാര്യങ്ങളത് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ. പിന്നെ ഫ്രണ്ട്സ്, വേറൊരു കാര്യം, നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്തെന്ന് വിചാരിക്കുക. എന്താ സെർച്ച് ചെയ്യാം? എന്തെങ്കിലും ഇപ്പോൾ സെർച്ച് ചെയ്യാം. കോപ്പിറൈറ്റ് മ്യൂസിക് എന്ന് സെർച്ച് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ കോപ്പിറൈറ്റ് മ്യൂസിക് കാര്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡ് ഇവിടെ മേലെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. വ്യൂ കൗണ്ടിനനുസരിച്ച് അപ്ലോഡ് ഡേറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ടൈപ്പിൽ പ്ലേലിസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്കിവിടെ ഈ കോപ്പിറൈറ്റ് മ്യൂസിക്കിൻ്റെ പ്ലേലിസ്റ്റ് മാത്രമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഇത് പ്ലേലിസ്റ്റ് ഒഴിവാക്കി മൂവീസ് ആക്കിയാൽ അതിനനുസരിച്ചുള്ള ഓരോന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾ ചെയ്താൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് 4 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ എത്ര മിനിറ്റിൻ്റെ വീഡിയോസാണ് നമുക്ക് വേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ എനി ടൈം നമുക്ക് ലാസ്റ്റ് അവറിൽ ഇട്ട വീഡിയോസാണോ, ഇന്നത്തെ വീഡിയോസാണോ, മന്തിൻ്റെ വീഡിയോസാണോ, ഇയേഴ്സിൻ്റെ വീഡിയോസാണോ, ഒക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലൈവ് വീഡിയോസ് വേണോ, 4K വീഡിയോസ് വേണോ, HD വീഡിയോസ് വേണോ, പിന്നെ സബ്ഷനിലുള്ള വീഡിയോസ് വേണം, പിന്നെ 360 ഗ്രാഫിക്സിലുള്ള വീഡിയോസ് വേണം, 3D ഇതിലുള്ള വീഡിയോസാണ്, HRD, ലൊക്കേഷൻ, പർച്ചേസ്. നിങ്ങൾക്ക് എന്തിവിടെ സെറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ.